നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ഫെബ്രുവരി മാസം 15-ാം തീയതി 1200-ാം ആണ്ട് കുംഭമാസം 3-ാം തീയതി ശനിയാഴ്ച. ഇന്ന് ശനിയാഴ്ചയാണ്. ശനി എന്ന് പറയുമ്പോൾ എല്ലാവരും ഭയക്കുന്നതിന് കാരണം എന്താണ്? ശനി മന്ദനാണ്. ഒരു കാര്യവും സ്മൂത്തായി നടക്കത്തില്ല. എല്ലാ കാര്യങ്ങൾക്കും തടസ്സം നേരിടും. പലതരത്തിലുള്ള വിഷമാവസ്ഥകളുണ്ടാവും. ഇപ്പോൾ കാര്യങ്ങളെ തടസ്സപ്പെടുത്തും, മന്ദതയുണ്ടാക്കും, കഷ്ടത വരുത്തും, സാമ്പത്തിക നഷ്ടം വരുത്തും. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ശനിയെ എല്ലാവരും ഭയക്കുന്നത്. ശനിയുടെ ബന്ധം നിൽക്കുന്ന ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് നല്ലതല്ല. നക്ഷത്രമൊക്കെ നല്ല നക്ഷത്രമാണ്. ഉത്രൻ നക്ഷത്രം. ഉത്രൻ നക്ഷത്രം ശുഭനക്ഷത്രമാണ്. പക്ഷെ ദിവസം ശുഭമല്ല. കാരണം ഓരോ ദിവസം പ്രപഞ്ചമാതാവ് ഓരോരുത്തർക്കായിട്ട് കൊടുത്തിരിക്കുകയാണ്. ശരിക്ക് പ്രപഞ്ചമാതാവിൻ്റെ മക്കളാണ് ഗ്രഹങ്ങൾ. അപ്പോൾ പ്രപഞ്ചശക്തി മക്കൾക്ക് പ്രാതിനിധ്യം കൊടുത്ത് ഈ 7 പേർക്കുമായിട്ട് 7 ദിവസത്തെയും കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നക്ഷത്രം നല്ലതാണോ? നല്ല നക്ഷത്രം. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക്, അതായത് കുംഭമാസത്തിലെ ഉത്തര നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ, നമുക്കൊരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ കഷ്ടതയേറിയ ഒരു വർഷമായിരിക്കും നിങ്ങൾക്കെന്നറിയുക. സാമ്പത്തിക നഷ്ടം, ശാരീരിക പ്രശ്നങ്ങൾ, മാനസിക അസ്വസ്ഥത, കാര്യതടസ്സം, ബന്ധുജനവിയോഗം, പ്രശ്നങ്ങൾ, കേസോ വഴക്കോ പ്രശ്നങ്ങൾ ഒക്കെ വരുന്ന ഒരു വർഷമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്കിതിലൊന്നും പെടാതെ, നമ്മൾ എന്തിനാണ് ഇത് മുന്നേ കൂട്ടി മനസ്സിലാക്കി തരണേ ആചാര്യന്മാർ? നമ്മൾ സഞ്ചരിക്കുന്ന വഴിയിൽ ഇതൊക്കെ ഉണ്ട് ഈ ഒരു വർഷത്തിനകത്ത്. അപ്പോൾ ഈ 1 കിലോമീറ്ററിനകത്ത് കുറേ തടസ്സങ്ങൾ, കുറേ കട്ടർ റോഡും ട്രാഫിക്കും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത്രയും ദൂരം സൂക്ഷിച്ച് പോകണം. അതിനു വേണ്ടി നമുക്ക് മുന്നറിയിപ്പ് തരുന്നതാണ്. അപ്പോൾ സത്യയോടൊപ്പം ശനി പൂജ ചെയ്യണം, ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കണം. അതേപോലെ തന്നെ ശനി കവചം, ശനീശ്വര യന്ത്രം, സാമ്പത്തിക പുരോഗതി വരാനായിട്ട് ധനാകർഷണ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കണം. അതേപോലെ നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഇന്നത്തെ രാവുകാല സമയം നോക്കി വേണം നമ്മൾ യാത്ര തിരിക്കാൻ. 9:43 തൊട്ട് 11:11 വരെയാണ് രാഹു കാലഘട്ടം. 9 തൊട്ട് 10:30 വരെ ഇട്ടിട്ടുണ്ട്. 9:43 തുടങ്ങി ശരിക്ക് 11:11 വരെ രാവുകാല സമയമുണ്ട്. രാവുകാല സമയം ഒരു ശുഭകാര്യങ്ങൾക്കും പ്രത്യേകിച്ച് യാത്രാദി കാര്യങ്ങൾക്ക് അനുകൂലപ്രദമല്ല. അതുപോലെ ഗുളികനും യമകണ്ഠനും ഒരു കാര്യത്തിനും കൊള്ളാത്ത 2 പേരാണ്. എന്നാൽ ദിവസമേ കൊള്ളത്തില്ല. പിന്നെ അവരുടെ ശക്തിയും കൂടി ആകുമ്പോൾ വളരെ ദോഷഫലങ്ങളെ പ്രദാനം ചെയ്യും. അപ്പോൾ ഗുളികൻ്റെ സമയം വരുന്നത് 8:48 തൊട്ട് ശരിക്ക് 6:48 തൊട്ട് 8:15 വരെ ഗുളികനും, യമകണ്ഠ കാലസമയം 2:06 തൊട്ട് 3:34 വരെ യമകണ്ഠ കാലസമയവും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ല. ഇന്നും നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ ശനിയാഴ്ചയെങ്കിലും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കണം. അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 12:15 തൊട്ട് തുടങ്ങും. 48 മിനിറ്റ് നേരം, അതായത് 1:03 വരെ അഭിജിത്ത് മുഹൂർത്തമുണ്ട്. ഈ സമയം ഒരു ദോഷം വരാത്ത സമയമാണ്. അതുപോലെ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമുക്ക് വിജയം ഉണ്ടാവാൻ വേണ്ടിയും നമുക്ക് പലതരത്തിലുള്ള ഐശ്വര്യത്തെ കൊടുക്കാൻ വേണ്ടിയിട്ടും ശരിക്ക് വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? കറുത്ത വസ്ത്രമോ നീല വസ്ത്രമോ ധരിക്കുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ ഒരു പൊട്ടായിട്ടെങ്കിലും നമുക്ക് കറുത്ത പൊട്ട് തൊടുന്നത് നന്നായിരിക്കും. ഇതൊക്കെ ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കും. എല്ലാ ശനിക്കാർക്കും
നല്ല ഫലത്തെ പ്രദാനം ചെയ്തിട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.